നമസ്കാരം, കൗമുദിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളടുത്ത് കഥ പറയുമ്പോൾ പടത്തിന്റെ പേരെന്താ മാഷ എന്ന് ചോദിച്ചപ്പോൾ മർഫി നല്ല നിലാവുള്ള ഒരു കുടുംബചിത്രം കൊള്ളാം, നന്നായിരിക്കും. ഇപ്പൊ ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്ത്, അതായത് ഇപ്പൊ ജനങ്ങളിലേക്ക് അയാൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വഷളാണ്. എന്നെക്കാട്ടും സീനിയർ ഞങ്ങളെ രണ്ടുപേരെ കാട്ടും സീനിയർ ആക്ടറാണ്. അതല്ലേ ഞങ്ങൾ നടുവിലിരിക്കുന്നത്. പഴയ ആളല്ലേ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗുഡ് മൂൺലൈറ്റ് നൈറ്റ് അഥവാ നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയുടെ ക്രൂ മെമ്പേഴ്സാണ്. 3 പൾസിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ എന്തായാലും ഞാൻ പൾസിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ബിനു പപ്പു, നമസ്കാരം. ഓക്കെ, ഗണപതി ആൻഡ് ജിനു ജോസഫ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫിലിമിൻ്റെ പേര് നല്ല നിലാവുള്ള രാത്രി എന്ന് പറയുന്ന പേര് നമുക്ക് മനസ്സിലാവും നന്നായിട്ട്. പക്ഷേ ഈ ഗുഡ് മൂൺലൈറ്റ് നൈറ്റ് എന്നൊരു പേര് ഉണ്ടായിരുന്നു. ഞാനെടുത്ത് എഴുതി കണ്ടതാ. ഒരു ട്രാൻസ്ലേഷൻ ഗുഡ് മൂൺലൈറ്റ് നൈറ്റ് എന്നുള്ള നല്ല നിലാവുള്ള രാത്രി. എനിക്ക് ആദ്യം ഏറ്റവും ക്യൂരിയോസിറ്റി തോന്നിയത് പേരിൽ തന്നെയാണ്. പിന്നെ അത് ട്രാൻസ്ലേഷനും കൂടി. അല്ല, ഞങ്ങളടുത്ത് കഥ പറയുമ്പോൾ പടത്തിന്റെ പേരെന്താ മാഷ എന്ന് ചോദിച്ചപ്പോൾ മർഫി നല്ല നിലാവുള്ള ഒരു കുടുംബചിത്രം കൊള്ളാം, നന്നായിരിക്കും. അതിന് കഥ പറയൂ. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം ഇട്ടി. അതെ, മോഷൻ പോസ്റ്റർ കണ്ടാലും പറയും കുടുംബചിത്രമാണ്. ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഹൊററല്ല, ഹൊറർ ഫീൽ കിട്ടും. ആക്ഷൻ, ത്രില്ലിംഗ്, റിവെഞ്ച് ആണോ? അതൊന്നും പറയാറില്ല. അത് അത്ര പറയണ്ടല്ലേ. ഇപ്പൊ ഒരു തരത്തിൽ റിവെഞ്ച് ആണെന്ന് വെച്ചാൽ റിവെഞ്ച് ആണ്. അതിൽ റിവെഞ്ചും വരാം. മാത്രമാണ്, ഒന്നും പറയുന്നില്ല. പേര് മാത്രമേ ഇങ്ങനെ അടക്കി ഒതുക്കി ഉള്ളൂ. പക്ഷെ സിനിമയുടെ അകത്ത് മൊത്തം അടി പ്രശ്നങ്ങൾ, കൂട്ടുകാർ തമ്മിലുള്ള ഈഗോസ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മറ്റു കാര്യങ്ങൾ, ട്രസ്റ്റ് ഇഷ്യൂസ്, അതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൊളിറ്റിക്സ്. അവസാനം ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ പേരിന് ആപ്റ്റ് ആണെന്ന്? ഉറപ്പായിട്ടും. അപ്പൊ അത് ശരിക്കും ഒരു വല്ലാത്തൊരു മേക്കിംഗ് ആയിരിക്കണം. കാരണം ഈ പറഞ്ഞ ഇഷ്യൂസ് അല്ലേ, റിവെഞ്ച്, ഈഗോ, ഇതൊക്കെ ഉള്ളെങ്കിൽ അകത്ത് രക്തക്കളം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നല്ല നിലാവുള്ള രാത്രി, ഒറ്റ രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ദിവസം നല്ല നിലാവുള്ള ഒരു രാത്രിയാണ്. നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ പേര്, അവരുടെ ഒരു സ്വഭാവ രീതി? ഡൊമിനിക് അഗ്രസീവ്, ആംഗ്രി, ഹോട്ട് ഹെഡ്. ജോഷി. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ? ഞങ്ങള് ഇതില് എന്താ പറയാ, ഞങ്ങള് മറയൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പഠിച്ച സുഹൃത്തുക്കളാണ്. കാരണം ഇതില് 8ഓളം കഥാപാത്രങ്ങളാണ്. 8 ആണുങ്ങൾ. ഇതിപ്പോ പറഞ്ഞു ഇതിപ്പോ അങ്ങനെയാവുണ്ട് വല്ലാണ്ടല്ലേ. അല്ല, ഇപ്പൊ ഇതിപ്പോ പറഞ്ഞ അവസാനം പറയും ഒരു ആണുങ്ങൾ സിനിമ അല്ല, ഈ 8 ആണുങ്ങൾ എന്ന് പറയുമ്പോൾ 8 കഥാപാത്രങ്ങൾ. അവര് ആണുങ്ങളാണ്. ലൈക്ക് അവരുടെ കഥയാണ് ഇത് പറയുന്നത്. 8 ഫ്രണ്ട്സിന്റെ കഥ. 8 ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതില് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫ്രണ്ട്സ്, അതിലേക്ക് വന്നു ചേരുന്ന 2 പേര്. അങ്ങനെ 6 ഫ്രണ്ട്സ്. ഈ 6 ഫ്രണ്ട്സിൽ ഒരുമിച്ച് കൂടെ പഠിച്ചവരും ഉണ്ട്, സീനിയേഴ്സ് ആയിട്ട് പഠിച്ചവരും ഉണ്ട്. അപ്പോൾ അത് ഓക്കെ, അത് ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ അത് തന്നെ ഓർഗാനിക് ഫാമിംഗ് ആണോ? എത്തിപ്പെടുന്ന 2 ആൾക്കാർ, അനീഷും പോളും എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ. അതായത് ഗണുവും സജിനും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഞങ്ങളിലേക്ക് വന്നു ചേരുന്ന 2 വരുന്നത്. ഇവരുടെ കൂടെ സഹായത്തിനും പരിപാടിക്ക് പോകുന്നൊരു കഥാപാത്രമാണ്. അത് ജോലിയില്ലാത്ത ആംഗ്രി യങ് മാൻ. ജോലിയില്ലാത്ത ജോലിയൊക്കെ ഉണ്ട്. ജോലി പറയാൻ പറ്റില്ല. പൊതുവെ ഞാൻ ഇവരുടെ ഡ്രൈവറായിട്ട് കൂട്ടി അങ്ങനത്തെ ഒരു പരിപാടിയാണ്. കാരണം ജോഷിയുടെ ഒരു പരിചയത്തിൽ നിന്നാണ് അനീഷ് വരുന്നത്. ജോഷി എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പരിചയത്തിൽ നിന്നാണ് അനീഷ് വരുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും അനീഷ് അറിയില്ല എന്താണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് മനസ്സിലായി. ഇപ്പൊ ഒരുപാട് കൂട്ടാൻ കൊള്ളു, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ അവനെ മാറ്റി നിർത്ത്. അപ്പൊ പുള്ളി അപ്പൊ എന്നെ കോർണർ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ എന്താ പറയുക ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കുറെ കൺഫ്യൂഷൻസും ഒബ്വിയസ്ലി അതിനകത്തൊരു ഈഗോ ക്ലാഷസും കാര്യങ്ങളും. ഇവിടെ ഡൊമിനിക്കിന്റെ എന്താണ്, ഡൊമിനിക് ഒക്കെ അഗ്രസീവ് ആണെന്ന് പറഞ്ഞു, ദേഷ്യക്കാരനൊക്കെയാണ് സമ്മതിച്ചു. പക്ഷെ എന്താണ് എപ്പോഴും ഒരു ആൽഫ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്
ലൈക്ക് യുനോ എപ്പോഴും മുമ്പിൽ വെക്കണം, ഞാനാണ് ഗ്യാങ് ലീഡർ, ഞാൻ പറയണ മാതിരി എല്ലാവരും കേൾക്കണം, ഐ വിൽ ടേക്ക് ദ ഫൈനൽ ഡിസിഷൻ എന്നുള്ള അതാണ് എന്റെ ഗ്യാങ്. ആക്ച്വലി ഇത് ആൽഫ മെലാൻ തുറന്ന് സമ്മതിച്ചു, അതൊരു ചങ്കൂറ്റുണ്ട്. ചില ആൾക്കാർ ക്യാരക്ടർ ഓക്കെ ഡെഫിനറ്റ്ലി ക്യാരക്ടർ. അപ്പോൾ ചില ആൾക്കാർ ക്യാരക്ടറായിട്ടുള്ള നിങ്ങളിവിടെ ഇന്ന് ഇരിക്കുക, സിനിമയെ കുറിച്ച് പറയാനുള്ള കൂടുതലും വന്നേക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ആൽഫ മെലാണെല്ലാം നമുക്ക് തോന്നത്തില്ല, സബ്റ്റിലായിരിക്കും. അപ്പോൾ അവർ അല്ല അത് ലൈക്ക് നമുക്ക് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാണ്ട് നമ്മളെ ഗ്യാങ്ങിൽ ഒരുത്തൻ ലീഡറായിട്ടുണ്ടാവും. അത് നമ്മൾ അവനെ അങ്ങനെ ഒരു പട്ടൊന്നും ചാർത്തി കൊടുക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അവനായിരിക്കും ഡിസിഷൻസ് എടുക്കുക. ഓക്കെ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് നമ്മളത് ലിസൺ ചെയ്യുന്നത്. അപ്പം പിന്നീട് ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അവനോട് തന്നെയാണ് ചോദിക്കുക, എടാ എന്നൊക്കെ ഒരു കാര്യം പറയും. കാരണം അവനത് തീരുമാനിച്ച് അയാളായി മാറും. ആ ഒരു ഗ്യാങ്ങിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ജീവിച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞ് നമുക്ക് നമ്മളുടേതായ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഇതേ പരിപാടി എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ. പണ്ട് പഠിച്ച സുഹൃത്തുക്കൾ പിന്നീട് ഒരു ബിസിനസ് ആയിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടി കൂടുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന നല്ല സുഹൃത്തുക്കൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. ഡെഫിനറ്റ്ലി. കാരണം ഇതിൽ ഏതൊരു ബിസിനസ്സും അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തൊരു കാര്യം തകർക്കുന്നത് പൈസയാണ്. ചോദിക്കുന്നതും വാങ്ങുന്നതും എല്ലാം മനസ്സിലാക്കി. ഇപ്പം നമ്മളിവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയല്ലേ, മണ്ടന്മാര് കൂടുതൽ പൈസ വാങ്ങുന്നു, ന്യൂജൻ ആൾക്കാര് കണ്ണാടിയിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയരുത്. ഗണപതി ന്യൂജൻ തന്നെ, ന്യൂജൻ വേണ്ടിട്ട് വളരെയധികം നന്നായി. ന്യൂജനാണ് എന്നെക്കാട്ടും സീനിയർ, ഞങ്ങളെ രണ്ടുപേരെക്കാട്ടും സീനിയർ ആക്ടറാണ്. അതല്ലേ ഞങ്ങൾ നടുവിലിരിക്കുന്നത്. പഴയ ആളാണെങ്കിലും എന്താ പുതിയ ആൾക്കാരെ മനസ്സാ. ഇവൻ പണ്ടേ ഉള്ള ഞങ്ങളൊക്കെ സീനിയറാ. കാരണം അതിൽ ഞങ്ങള് ഇപ്പം നല്ല നിലവുള്ള രാത്രി സിനിമ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ എന്ത് കാര്യം തീരുമാനിക്കുന്നതും എന്തും ഗണപതിനോട് കാരണം ഗണു സെറ്റിൽ വന്നാൽ ഞങ്ങൾ എണീച്ചിക്കണം. അല്ല ഗണുവിന് അത് മസ്റ്റാട്ടാ. ന്യൂജനായിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അടുത്ത കാലത്ത് നമുക്കൊരു ചെറിയൊരു നമ്മുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു ചെറിയ വിവാദം പോലെ വന്നല്ലോ. അതായത് ഇങ്ങനെ നമ്മളെ ഒരാളെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ അബ്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിവാദം വന്നു. അതിന്റെ റിയൽ പിക്ചർ വരുന്നുള്ളതായിരിക്കും. എന്നാൽ കൂടിയും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് വളരെ എനിക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അഭിപ്രായം കേട്ടാൽ മതി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ന്യൂജൻ പറയും ആദ്യം. ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ അത് നമ്മുടെ രീതിയിൽ നടക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ നമ്മുടെ ഒരു സെറ്റിൽ അങ്ങനത്തെ പരിപാടി ഞാൻ ഈ പറയുന്ന ബാസിയായിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ അനുഭവം എനിക്കങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ ബാസിനോട് അഭിനയിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ വൈറസ് ഞാൻ അസോസിയേറ്റ് ചെയ്ത പടമാണ്, ബാസി അഭിനയിച്ച പടമാണ്. എന്ത് വൈറസ്, റാണി പത്മിനി ഉണ്ട്, നമ്മളിപ്പോ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞത്. അതിൽ ബാസിയുണ്ട്. അപ്പൊ എനിക്കറിയില്ല ബാക്കിയുള്ള സെറ്റുകളിൽ എന്താ നടക്കുന്നു, അവരുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ പടത്തിൽ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ സമയത്ത് വരാതിരിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുമോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് ഞാൻ തുറന്നു പറഞ്ഞോ, വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പുള്ളിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് നല്ല പണിയുള്ള ഒരു പണിയുണ്ട്. ആക്ച്വലി കുറെ കാലത്തിന് ശരിക്കും ഒന്ന് കുറെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു സിനിമയും കൂടെയാണ്. അത് നല്ല വൃത്തി തന്നെ ചെയ്ത്, കാരണം ഫിസിക്കലി ഒരുപാട് ചെയ്യാനുള്ള ഒരു സിനിമയും കൂടിയാണ്. അല്ല എന്താ ഇപ്പം ഈ പറയുന്ന ഇതിപ്പം ഞങ്ങള് ഇപ്പം ഞാൻ 32 സിനിമകളിൽ എൻ്റെ റിലീസായിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഇതുവരെ അത് ഈ പറയുന്ന സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിപ്പം എവിടെയാണെന്നുള്ളത് അത് അവർക്ക് തന്നെ ഇത് ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് പുറമേ നിന്ന് എന്ത് വേണമെങ്കിൽ പറയാലോ. എനിക്കിതിപ്പം അനുകൂലിച്ചും പ്രതികൂലിച്ചും അല്ലെങ്കിൽ ന്യൂട്രലായിട്ടും ഒക്കെ നിന്ന് സംസാരിക്കും. പക്ഷെ അത് വെറൊരു സംസാരം മാത്രമാണ്. അതിനെക്കൊണ്ടൊരു ഗുണവും ചെയ്യുന്നില്ല, ദോഷമേ ചെയ്യുള്ളൂ. അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്ത്, അതായത് ഇപ്പോൾ അത് ജനങ്ങളിലേക്ക് അയാൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വഷളാവുന്നത്.
ഇതൊക്കെ പേഴ്സണലി ഇത് പേഴ്സണലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് A&B സംസാരിച്ച പോലെ സീനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനതാ പറയുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങളുടെ സിനിമയിൽ സംഭവിച്ചേക്കുന്നത്? കറക്റ്റ് അല്ലേ? സെയിം നമ്മുടെ സിനിമയുടെ കഥ ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ഞാനത് എന്തായാലും ആ ഒരു ഈഗോ ക്ലാഷ് എന്ന വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. 4 ഫ്രണ്ട്സ്, 6 ഫ്രണ്ട്സ്, 8 പേര് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. അത് അവർ പരിഹരിക്കുന്നുണ്ടെന്ന് അവരുടേതായ രീതിയിൽ പരിഹരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് അടി കൂടിയിട്ടാവാം, ചിലപ്പോൾ അത് ബുദ്ധിപരമായിട്ടാവാം. അതെന്നുള്ളതാണ് സിനിമ അല്ലേ? അതെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതാണ് തിരക്കഥയുടെ വിജയം എന്ന് പറയും. അപ്പോൾ കുറച്ചു മുന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഡയറക്ടറോട് ഞാൻ ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു തിരക്കഥ സെക്കൻഡ് ഹാഫിൽ, പ്രൊഡ്യൂസറും പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവരത് കൊണ്ടുപോയേക്കുന്നത്. അപ്പോൾ അത് എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കോർ കാര്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്, പക്ഷെ ഞാനിവിടെ ഒരു പെണ്ണിനെ കാണുന്നില്ല ആക്ട്രസ് ആയിട്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങളൊരു ഗേൾസ് ട്രിപ്പിന് പോവുക, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ ആണുങ്ങളെ കാണാറുണ്ടോ? ഇല്ലല്ലോ. ഡെഫിനറ്റ്ലി നോട്ട്. ഇതാണ് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യം. മാസമായിട്ട് ഒരു സെക്സിസത്തിന്റെ കാര്യമേ ഇല്ല ഇതില്. ബോയ്സ് ട്രിപ്പാണ്, അതിനെ പറ്റിയുള്ള ഒരു സിനിമ. ശരിക്കും വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ടോ? ഫോണൊക്കെ ചെയ്യുന്നുണ്ടോ? ഭാര്യയുടെ ഒക്കെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ? അല്ല, കുടുംബമൊക്കെ കാണിക്കുന്നുണ്ട്, കുടുംബം പറയുന്നുണ്ട്. അത് ഈ സിനിമയിൽ ഇപ്പം ജിനുവിനോട് സജിൻ ചോദിക്കുന്ന ഒരു എങ്ങാണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബിസിനസ് ട്രിപ്പാണത് ശരിക്കും. ലക്ഷ ട്രിപ്പും ഇത് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോയി ഉണ്ടാവുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും അവർ തമ്മിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. എന്താണ് പീറ്റർ ചെയ്യുന്ന അല്ല രാജീവ് ചെയ്യുന്ന ക്യാരക്ടറിന് വൈഫും കുട്ടിയുണ്ട്. കാരണം അവരെ കാണിക്കുന്നുണ്ട്, വൈഫിനെയും കുട്ടീനെയും കാണിക്കുന്നുണ്ട്. സീലേക്ക് അങ്ങനെ നമ്മൾ ഈ 8 ആണുങ്ങളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സിനിമയൊന്നും അല്ലത്. ഈ കഥ പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന 4 സുഹൃത്തുക്കൾ, അതിലേക്ക് വന്നു കയറുന്ന പഴയ 2 സുഹൃത്തുക്കൾ, പിന്നെ അവർ അവിടെ നിന്നുള്ള ഒരു യാത്ര, ആ യാത്രയിലേക്ക് വന്നു ചേരുന്ന ഒരു ഡ്രൈവറും ഒരു സഹായിയായിട്ട് വരുന്ന അനീഷ് എന്ന് പറയുന്നതും, അതിലൊരു സുഹൃത്തിൻ്റെ കസിനായിട്ടുള്ള പോളും വന്നു ചേരുന്നു, ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവിടെ ഉണ്ടാകുന്ന ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനോട് ചേർന്നിട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നവുമാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് അവിടെ സ്ത്രീകളെ കൊണ്ടുവരാൻ ആ കഥക്ക് സാധിക്കുന്നില്ല. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും എന്റെ പൊന്നു പെങ്ങളെ, ഈ പറയുന്ന 10-40 ദിവസം ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഒരു മെൻസോസിലായിരുന്നു. സാൻഡ്ര മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഫീമെയിൽ പ്രൊഡ്യൂസർ, നല്ല സംഘം പോലത്തെ 2 പെൺകുട്ടികൾ, ഉമ്മുക്കുലിസ്. അങ്ങനെ ആ ഒരു ഇതില് നമുക്ക് എന്തുകൊണ്ട് അതിലൊരു ഫീമെയിൽ വന്നില്ല? അതൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇല്ല, ഇത്രേ ഉള്ളൂ. സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം, അല്ലാണ്ട് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പല കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ മറ്റേ ആ പാട്ടിലുണ്ട് ഡാൻസ്, അതൊരു ശരിക്കും അല്ലല്ല, അതിന് വേണ്ട, ഗേൾസ് വേണ്ട. എനിക്ക് ഇഷ്ടമായി. അതിന് ശരിക്കും നിങ്ങളെ ഒരു ക്യാമറ എന്ന് വെച്ചാൽ അജയ് ഡേവിഡ് കച്ചപ്പള്ളിയാണ് ക്യാമറ ചെയ്തേക്കുന്നത്. ക്യാമറയുടെ ഒരു ഫ്രെയിം വെച്ചു, കൊറിയോഗ്രാഫേഴ്സ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് എന്ന് കളിച്ച പോലെ തോന്നി. അതായത് ശരിക്കും അത്ര നാച്ചുറൽ ആയിരുന്നു. അതിനകത്ത് ഒരു കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് ആണെന്നോ മൂവ്മെന്റ്സ് ആണെന്നോ ഒന്നും തോന്നിയിട്ടില്ല. കൊറിയോഗ്രാഫി ചെയ്തിട്ടില്ല, ഉണ്ട്, പക്ഷെ അത് തോന്നിയില്ല എന്നാ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചു എന്ന് പറയുന്നിടത്തല്ലേ അത് നിങ്ങൾക്ക് അത് കൊറിയോഗ്രാഫി ഇല്ലാണ്ട് ചെയ്ത ഒരു ഫീൽ അല്ലേ കിട്ടിയത്. ചിലവരിങ്ങനെ ഒരുമിച്ച് ഡാൻസ് ചെയ്യുമ്പോ എന്നെ മാറ്റി നിർത്തി വെറുതെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു കാഷ്വൽ ആക്കി നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോ 2 സ്മോളൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടുന്ന ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അവർ പറയുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തു. പാട്ട് കയറിയാണെങ്കിൽ നല്ല കൊളുത്തലും കൊളുത്തി. ഡെഫിനറ്റ്ലി ഒന്ന് മൂളിയാലോ പാട്ട്? കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ ഒറ്റ വേർഡിൽ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഇല്ലേ, ഇപ്പൊ നേരത്തെ കറക്റ്റായിട്ട് സ്വന്തം ക്യാരക്ടർ അല്ലേ, അപ്പൊ ഇങ്ങനെ ചൂണ്ടിട്ട് പറയൂ ആ ക്യാരക്ടറിന്റെ സ്വഭാവം പറയൂ. അടി കൊടുക്കുകയാണെങ്കിൽ ആ സ്വഭാവം പറയൂ. അടി കൊടുക്കാം അല്ല, ആ ക്യാരക്ടറിനെ കൊണ്ടിട്ട് നമുക്ക് നോക്കുമ്പോൾ എക്സ്പ്രഷൻ എന്താ? അനീഷ് അതായത് ജോഷിക്ക് പോലും അറിയില്ല. കാരണം ജോഷിക്ക് പോലും അറിയില്ല അനീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അനീഷ് എവിടെ നിന്ന് വരുന്നതാണെന്നോ ഒന്നുമില്ല. അത് ജോഷിയുടെ സുഹൃത്ത് മുനീർ വഴിയാണ് അനീഷ് വരുന്നത്.
മറ്റേ കൈതിയിൽ പറഞ്ഞ ഡ്രൈവർ ആവുന്നതിന് മുമ്പേ എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സെക്കൻഡ് പാർട്ട് സിനിമ കണ്ടോളൂ, സിനിമ കണ്ടോളൂ. സെക്കൻഡ് പാർട്ട് എഴുതി കാണിക്കോ? ഇല്ല ഇല്ല ഇല്ല, ചെറിയ ചാൻസ് ഉണ്ട് സെക്കൻഡ് പാർട്ട്. വേണം മെനക്കെടാം. മെനക്കെട്ട നടക്കും. ഓക്കെ. അപ്പോൾ ഒറ്റ നിങ്ങൾ ഫിലിമിനെ കുറിച്ചിട്ട് ഓരോരുത്തർക്കും ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഓരോരുത്തരുടെ ക്യാരക്ടറിൻ്റെ അനുഭവം ഉണ്ട്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രൊഡ്യൂസർ തമ്മിൽ കഥ പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് സമയമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് കഥ പറയാമോ എന്നൊക്കെ ചോദിക്കില്ലേ, എന്ന് പറയണ പോലെ ഒരു 5 സെക്കൻഡ് കൊണ്ട് ഓരോരുത്തർക്കും സിനിമയെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമോ? 5 സെക്കൻഡ് നല്ല അത് സിനിമയുടെ പേരാന്ന് എല്ലാവർക്കും അറിയാം. രാത്രി ഒരു ത്രില്ലർ സിനിമ, അതായത് എന്താ പറയാ, ഒരുപാട് സുഹൃത്തുക്കൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനോട് ചേർന്നിട്ടുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങളും. ഞാൻ വീണ്ടും രണ്ടാമത്തെ ഒരു ഫൺ റൈഡ്, ഇറ്റ്സ് എ ഫൺ റൈഡ് ഡെഫിനറ്റ്ലി. ഇതിലേക്ക് കുറച്ച് അടിപിടി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ ആവശ്യത്തിനുണ്ട്. സിനിമ ഡെഫിനറ്റ്ലി എൻ്റർടൈനിങ് ആയിരിക്കും. ഓഡിയൻസിന് തിയേറ്ററിൽ ഇരുന്ന് കാണാനും എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള എന്റർടൈൻ ചെയ്യാനുള്ള ഒരു സിനിമ മാത്രം. 2 മണിക്കൂർ away from your regular life, you know, this will take you somewhere else. ഇനി ഇതിൽ 2 കഥാപാത്രങ്ങളെ കുറിച്ചും കൂടി ചോദിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു കുര്യൻ എന്നാണെന്ന് തോന്നുന്നു ക്യാരക്ടറിന്റെ പേര്, നമ്മുടെ ബാബുരാജ് ചേട്ടൻ ചെയ്യുന്ന. പിന്നെ ചെമ്പൻ വിനോദ് ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിനി എനിക്കറിയില്ല, സസ്പെൻസ് ആണെന്ന്. എന്തായാലും ഈ 2 പേരുടെ ക്യാരക്ടർ ഇപ്പം ചേട്ടന് ആൽഫാമയിലെന്ന് ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് ക്യാരക്ടറിന്റെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ അവരെന്താ? അപ്പോൾ നമ്മള് കുര്യൻ നമ്മുടെ സീനിയർ ആയിരുന്നു കോളേജിൽ. നമ്മൾ അന്നേ പുള്ളിനെ ചെമ്പനും സീനിയറാണ്. അപ്പൊ കുര്യനെ നമ്മൾ അന്നേ ഡംബിൽ വിഴുങ്ങി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ട്. വലിയ സൈസൊക്കെയാണ്, പക്ഷെ പുള്ളി അങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പുള്ളിയുടെ തന്നെ വർക്ക്സും ഒക്കെ ഉണ്ട് ക്യാരക്ടറിന്. ചെമ്പൻ വേറൊരു ടൈപ്പ്, ലൈക്ക് ഇരുമ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ടോട്ടലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്. അങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ഇനി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് മേഖലയിൽ ഓൾറെഡി വർക്ക് ചെയ്തല്ലേ? ഇപ്പം ആക്ടിങ് മാത്രമല്ല, ശരിക്കും പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ പോകണു എന്ന് കേട്ടാൽ അത് സത്യമാണോ? ഞാനങ്ങനെ കേട്ട പോലെ ഞാനും കേട്ടതാ കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ കേട്ടോ. സിനിമ സംവിധാനം ചെയ്യാൻ ഇപ്പൊ പോകുന്നില്ല. സിനിമ എഴുതുന്നുണ്ട്. തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. ഞാൻ എഴുതുന്നു, തരുൺ ഡയറക്റ്റ് ചെയ്യുന്നു, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2024 ജാനുവരിയിൽ ഹോപ്പ്ഫുള്ളി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ആക്ടേഴ്സ് കൺഫർമേഷൻ ആയിട്ടില്ല. അതിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ടേഴ്സിൻ്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും. പൂവാണ് ചോദിച്ചത്, ഒരു പൂ മാത്രമാണ് ചോദിച്ചത്. അല്ല, അത് പറയാലോ. അത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തന്നെയാണ്. അതെ, അത് കേട്ടു. പക്ഷെ ഇപ്പൊ റൈറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞത് വളരെയധികം സന്തോഷം. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ? ഡബിംഗ് ഒക്കെ തുടങ്ങി അറിയാൻ നമുക്ക്. ഡബിംഗ് ഉണ്ടായിരുന്ന തുടക്കത്തിലെ, അത് കഴിഞ്ഞ് ആക്ടിങ്ങിലോട്ട് വന്നു. വേറെ എന്തെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? എഴുതുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ കാസ്റ്റിംഗ് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് നടക്കുന്നു. എല്ലാരും ഡൈവേഴ്സ്. ഞാൻ പാവപ്പെട്ട എങ്ങനെയെങ്കിലും അഭിനയിച്ചു പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. പ്രൊഡ്യൂസ് ചെയ്യാൻ അതിൻ്റെതായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവര് പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. അറിയാവുന്ന പണി കൃത്യമായിട്ട് ചെയ്താൽ മതി. നമ്മൾ അറിയാവുന്ന പണി അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ വിചാരിക്കുന്ന. കാശുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പ്രൊഡ്യൂസർ അങ്ങനെയല്ല. ചിലവര് പറയും, എന്താണ് നല്ലൊരു ക്യാമറാമാൻ, നല്ല എഡിറ്റർ വെച്ചിട്ട് നമുക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാലോ എന്ന് പറയുന്ന ആൾക്കാരും. പറയുന്നിടത്താണ് പോകുന്നത്. മൊത്തം പരിപാടി അങ്ങോട്ടേക്ക് ചീഫ് ഡയറക്ട് ചെയ്താൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഏതൊരു ആക്ടറിന്റെ ഒരു ആഗ്രഹമാണ് ഡൈവേഴ്സിഫൈ ചെയ്തുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഫിലിമിന്റെ റെപ്യൂട്ടേഷൻ, ഒരു പോലീസുകാരനാണെങ്കിൽ സ്ഥിരം പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു IG ആണെങ്കിൽ സ്ഥിരം IG ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യമുള്ളതുകൊണ്ട് അവർ പോകും. പക്ഷെ എന്നാൽ കൂടിയും താങ്കളുടെ കാര്യം അങ്ങനെ അല്ല. നമ്മൾ ഓരോ തവണ കാണുമ്പോൾ ഇടിവെട്ടായിട്ട് മാസമായിട്ട് വരാണ്. മനസ്സിലായി, ലുക്സ് അതുപോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ ഭീമന്റെ വഴി എടുത്താലും ശരി, അല്ലെങ്കിൽ ഭീഷ്മപർവ്വം എടുത്താലും ശരി, എല്ലാത്തിലും ലുക്സിന്റെ കാര്യമായാലും ആ
കണ്ണ് തന്നെ ഡിഫറെന്റ് രീതിയിലാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും ആക്ടിങ്ങിൽ. അതായത് അതിൽ തന്നെ നമുക്ക് പലരും കൺവേ ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് യു ഫീൽ ലക്കി ആണോ അതോ ചൂസ് ചെയ്യാവുന്നതാണോ? ഐ ഫീൽ എക്സ്ട്രീംലി ലക്കി. നമുക്ക് കുറെ സിനിമകളൊക്കെ വരും, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഡയറക്ടർ ഹാസ് ടു പുൾ ഔട്ട് സംതിങ് ഫ്രം യു. നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ തലയിൽ we might think we may be able to, sometimes we may think we might not be able to. പക്ഷേ കറക്റ്റ് ഡയറക്ടറിൻ്റെ കിട്ടിയ വലിച്ചെടുത്തോളൂ. ഡയറക്ടേഴ്സ് ആക്ടർ ഇതിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ജിൻചേട്ടൻ, എനിക്ക് തോന്നുന്നു അല്ലേ? ഇതുവരെ കണ്ടതിൽ വേറൊരു പരിപാടി. അത് ഭാഗ്യമാണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ്, എല്ലാ ഇതും വേറെ വേറെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര രസമാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ടൈപ്പ് ഒരു സാധനം ചെയ്താൽ you will get called for a couple more roles like that, and if you're lucky you get other roles also. I consider myself very lucky. ഭാഗ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല നിലാവുള്ള രാത്രിയുടെ ക്രൂ മെമ്പേഴ്സ് ഞാൻ പറഞ്ഞില്ല 3 പൾസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി. സോ ഫിലിമിൻ്റെ കഥയൊന്നും കിട്ടിയിട്ടില്ല, അതൊന്നും ഒന്നുമില്ല. പക്ഷെ ഫിലിം എന്താണെന്നോ ഫിലിമിൻ്റെ കഥ എന്താണെന്നോ അതെങ്ങും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു പൾസ് കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് കറക്റ്റ് ആയിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. പൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ പറച്ചിലും മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള പറച്ചിലും മൊത്തത്തിൽ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ത്രില്ലറാണെന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയണു. ഹൊറർ അല്ല കേട്ടോ, എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഹൊറർ അല്ല. ഞാൻ ആ മോഷൻ പോസ്റ്റർ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ത്രില്ലറാണെന്ന് തോന്നുന്നു. ത്രില്ലേഴ്സ് കാണാൻ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓരോ പുതിയ ത്രില്ലർ ഇറങ്ങുമ്പോഴും നമ്മൾ ഒന്ന് പേടിക്കും, പഴയ ത്രില്ലറിനെ കാട്ടി ബെറ്റർ ആക്കണം എന്ന് പേടിക്കും. അപ്പോൾ ഇതിൽ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഉണ്ട്, അതിനൊരു സംശയമില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മിക്ക സിനിമകളിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, ആ കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് കുറെ കഥകൾ നടക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് വരുന്നത്, ആരിൽ നിന്നാണെന്നൊക്കെയുള്ളൊരു സംഭവം. ഇതിൽ ഈ കോൺഫ്ലിക്റ്റ് എവിടെ നിന്നാണ് വരുന്നത്, അത് ആരിൽ നിന്നാണ് പിന്നീട് പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനും ഒരു മൈൻഡ് ഗെയിമിംഗ് ഉണ്ട്. അതാണ് ഈ സിനിമയെ കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കുന്നത്. അതെ, അത് വേറൊരു ട്രാക്കാണ് പറഞ്ഞത്. കാരണം സാധാരണ നമുക്കറിയാം ഇവിടെ വരെ എത്തും അത് അവനാണ് വില്ലൻ കേട്ടോ എന്ന് നമ്മൾ പറയും. അങ്ങനെ വില്ലനില്ല, ഹീറോ ഇല്ല, അങ്ങനത്തെ പരിപാടികളില്ലേ. ഇത് എവിടുന്ന് വരുന്നു, ഈ പണി ഇവർക്ക് എവിടുന്ന് വരുന്നു, ഇത് ആരെ കൊണ്ട് വരുന്നു, ഇത് എങ്ങോട്ട് പോകുന്നു. ഓക്കെ, അതും കറക്റ്റായി ഡിഫറെൻറ്റ് ട്രാക്കാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ട്രാക്ക് പിടിച്ചാൽ മാത്രമേ ത്രില്ലേഴ്സ് ഇനി വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. നല്ലൊരു ഫിലിമാണെന്ന് തോന്നുന്നു. സീരിയസ്ലി നല്ലൊരു ത്രില്ലറാണെന്ന് തോന്നുന്നു. കുറച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ത്രില്ലർ. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.